ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. മഹോത്സവത്തിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നീണ്ട ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിലുള്ള ആറ്റുകാൽ പൊങ്കാലയുമായി അനുബന്ധിച്ച് നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ, അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആറ്റുകാൽ അമ്മയെ കാണാനായിട്ടുള്ള ഒരു തിരക്ക് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൽ നിരവധിയായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ 3 മണി മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ അമ്മയെ കാണാനായുള്ള ഒരു ക്യൂവിൽ ഇടം പിടിക്കുകയും അതിനുശേഷം ഒരുപാട് നേരത്തെ ഒരു ക്യൂ നിന്നതിന് ശേഷമാണ് അവർക്ക് അമ്മയെ ഒന്ന് കാണാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഒരു ഭക്തജന തിരക്ക് ക്ഷേത്രത്തിലുള്ളത് എന്നുള്ളതാണ്. ഇന്ന് 7ാം ഉത്സവമാണ്. പൊങ്കാലയോടനുബന്ധിച്ച് ഈ മാർച്ച് 14-ാം തീയതി ആയിരിക്കും മഹോത്സവം കഴിയുന്നുണ്ടാവുക. മാർച്ച് 13-ാം തീയതിയാണ് പൊങ്കാല നടക്കുന്നത്. ഈ പൊങ്കാലയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കിഴക്കേക്കോട്ട അടക്കമുള്ള, തമ്പാനൂർ അടക്കമുള്ള, അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകൾ 13-ാം തീയതി ഉയരും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കാണുന്ന ഒരു തിരക്കിനേക്കാളും ഇരട്ടിയോളം ആളുകൾ മാർച്ച് 13-ാം തീയതി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകൾ കത്തിക്കുമെന്നുള്ള കാര്യമാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? കാസർഗോഡ് നിന്ന്. കാസർഗോഡ് നിന്നാണ്. അപ്പോൾ കാസർഗോഡ് നിന്ന് പൊങ്കാലയ്ക്കായിട്ട് വന്നതാണ്? പൊങ്കാലക്കാറ്റ് തന്നെ വരുന്നത്, എല്ലാ വർഷവും വരുന്നുണ്ട്. അതിന്റെ ഒരു ഇത്രയും ദൂരം സഞ്ചരിച്ച് പൊങ്കാലയിടാനായിട്ടുള്ള അമ്മ വിചാരിച്ച കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ട്. എത്ര വർഷമായി ഇടുന്നു? 3 വർഷമായി. ചെറിയ എല്ലാ വർഷവും പൊങ്കാലിടാം? ഇടാറുണ്ട്. ഓർമ്മകൾ നല്ല ഓർമ്മകളാണ്. ലീശാല നല്ല പിന്നെ കൊള്ളാം. അമ്മ നമ്മൾ വിചാരിക്കണ കാര്യം നമുക്ക് സാധിച്ചു തരും. പാപ്പനം കൊടുക്കും. എല്ലാ വർഷവും ഇടാറുണ്ട്. അതായത് കാസർഗോഡ് മുതലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം 13-ാം തീയതി പൊങ്കാല അടുപ്പുകളിൽ തീ പടർന്നതിന് ശേഷം ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടാവുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. അതിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ന് ഈ 13-ാം തീയതി ഈ ക്ഷേത്ര പരിസരത്തേക്കും തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതിൽ താമസ സൗകര്യം അടക്കമുള്ള, ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ, ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അടക്കം ഈ ഒരു വലിയ ഒരുക്കങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, കൂടാതെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മെഡിക്കൽ സംവിധാനം അടക്കം, ഫയർഫോഴ്സ് സംവിധാനങ്ങളടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പൊങ്കാല ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കൂടാതെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ. താപനില വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ പൊങ്കാല അടുപ്പുകൾക്ക് തീ പടരുന്നതോടുകൂടി തന്നെ പുകയും ഒക്കെ കൂടി വലിയ തരത്തിൽ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു മുൻകരുതലുകൾ അടക്കം എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ പൊങ്കാല ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാണുന്ന, അതായത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ കാണുന്ന ഈ ഒരു തിരക്ക്, ആ തിരക്ക് മാർച്ച് 13-ാം തീയതി ആകുമ്പോഴേക്കും വലിയ തരത്തിൽ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടാതെ നിരവധിയായിട്ടുള്ള ഇന്നും ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പൂജകൾ നടക്കുന്നു, ഈ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആ ചടങ്ങുകൾക്കൊക്കെ ശേഷം മാർച്ച് 13-ാം തീയതി അടുപ്പുകൾ കത്തുന്നതോടുകൂടി, പൊങ്കാല അടുപ്പുകൾക്ക് തീ പടരുന്നതോടുകൂടി തന്നെ ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കും. എന്തായാലും തിരുവനന്തപുരം ജില്ല എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. മാർച്ച് 13-ാം തീയതിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങളും തിരുവനന്തപുരം നിവാസികളും ഉള്ളത്. ഞങ്ങളുടെ പ്രതിനിധി മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.